ഡോജയുടെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സേഗി മനസ്സിൽ വിചാരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ കാരണം ഒരുപാട് റിലേഷൻഷിപ്സ് അവളുടേത് സ്ട്രെയിൻഡ് ആയിട്ടുണ്ട്. ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ചെല്ലണമായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ആ സമയത്താണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നത്. ഫ്രണ്ട് വിചാരിച്ചു ഇവള് ചെന്നിട്ടില്ല എന്ന്. അങ്ങനെ ഫ്രണ്ട് ഇവളോട് പിണങ്ങുവാണ്. പക്ഷെ ശരിക്കും അന്ന് അവള് കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ടായിരുന്നപ്പോൾ സേയിക്ക് ചെല്ലാനായിട്ട് പറ്റുന്നില്ല. അമ്മ അതിന്റെ പേരിൽ ഇവളോട് ഫോണിൽ വിളിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. സേയി ശരിക്കും അന്ന് അവിടെ ഒരു ഓൾഡ് ലേഡി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാനൊരു വിക്ടിം ആയിരുന്നു, പക്ഷെ അത് ആരോടും പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. സങ്കടപ്പെട്ടിരിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. 10 വർഷം ഒരു നീണ്ട കാലയളവാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്നാണ് അവൾ വിചാരിച്ചത്. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, വീട്ടിൽ പോയി വെയിറ്റ് ചെയ്യാനായിട്ട് ഡോജെ സേയി എടുത്ത് പറയും. അവൾ തന്നെയാണെന്ന് നെക്ലസ് നോക്കി ഉറപ്പാക്കുന്നുണ്ട്. അമ്മയ്ക്ക് ബോധം തിരിച്ചു വരും. എന്നിട്ട് ചോദിക്കും ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന്. ഡോജെ പറയും ഏകദേശം 18 വയസ്സൊക്കെ കാണുമായിരിക്കും, ഞാനിപ്പോ മീറ്റ് ചെയ്തേ ഉള്ളൂ എന്ന്. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് പിന്നെയും ഷോക്കാണ്. നീ എന്തായി പറയുന്നത്? അത്രയും കൊച്ചു കുട്ടിയുടെ അടുത്താണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡോജയ്ക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് അങ്ങനത്തെ കാഴ്ചപ്പാടൊന്നുമില്ല, പക്ഷെ അമ്മ ഉദ്ദേശിക്കുന്നതല്ല എന്ന് ഇവൻ പറയുന്നുണ്ട്. അമ്മ പക്ഷെ അത് വിശ്വസിക്കുന്നില്ല. പുറകെ ഹസ്ബൻഡ് വരും. ഹസ്ബൻഡിന്റെ അടുത്ത് പറയാനായിട്ട് പറ്റുന്നില്ല അമ്മയ്ക്ക്. മോൻ ഗേ ആണെന്ന് പറയണമെന്നുണ്ട്, അത് പറയാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ പുറകെ അച്ഛൻ വരും, ഗ്രാൻഡ് ഫാദർ വരും. അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നത് എന്റെ മോക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് സാധിച്ചു തരാം എന്നാണ്. അന്നേരമാണ് ഡോജയ്ക്ക് സെക്രട്ടറിയുടെ കോള് വരുന്നത്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അവൻ അതൊരു അവസരമായിട്ട് എടുത്തിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. സേഗി ഭൂമിയും ഫോൺ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഭൂമിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ സേഗിയാണ് ഇത് പിടിച്ച് കൊടുക്കുന്നത്. ട്രാൻസ്ഫോം ചെയ്ത സേഗിയെ ഭൂമി തിരിച്ചറിയുന്നില്ല. അപ്പം ഈ കുട്ടിയുടെ മുഖം കാണുമ്പോൾ ഭൂമിക്ക് ഇഷ്ടപ്പെടും. ഉടനെ ചോദിക്കുന്നത് ഇയാൾക്ക് ആക്ടർ ആവാനുള്ള താല്പര്യമുണ്ടോ? ഞാൻ ഇന്ന ഏജൻസിയുടെ CEO ആണ്. ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് സേഗി അറിയത്തില്ലേ? സേഗി എൻ്റെ ഏജൻസിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ കാർഡൊക്കെ കൊടുക്കും. അപ്പം സേഗി ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാതെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി അത് പിന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ലാസ്റ്റ് സേഗി പറയും ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അന്നേരമാണ് ഭൂമിക്ക് മനസ്സിലാവുന്നത് സേഗി ട്രാൻസ്ഫോം ചെയ്തതാണെന്ന്. എവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ചോദിക്കുമ്പോൾ ഞാൻ ഡോജയുടെ വീട്ടിലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമി കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഡോജി തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് പറയും. നിന്റെ പേര് വിളിച്ചോ എന്ന് ചോദിക്കും. അപ്പം പേര് വിളിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഭൂമിക്ക് സന്തോഷമാണ്. കാരണം സേഗി പറഞ്ഞിട്ടുള്ളത് ഇൻഹോയും ഭൂമിയും അല്ലാതെ മൂന്നാമതൊരാള് ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാലും എന്നെ എൻ്റെ പേരെടുത്ത് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മൂന്നാമത്തെ ആള് ഡോജ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂമിക്ക് സന്തോഷമാണ്. ബാക്കിയുള്ള എയർലൈൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. ഡോജയെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ അവൻ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം അവർ സേറെ വിളിക്കും. പുതിയതായിട്ട് എയർലൈൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. സേറ ഇത് വന്ന് അറ്റൻഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും സന്തോഷമാവും. ഡോജയെ പോലെയല്ല, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും തോന്നുന്നു. ഇയാൾ എന്തിനാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്? നല്ല ഭംഗിയല്ലേ ഇയാളെ കാണാൻ? അപ്പൊ വെറുതെ അങ്ങ് ഇരുന്നാൽ പോരെ, എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുമല്ലോ എന്നൊക്കെ ഇവര് സംസാരിക്കും. ഇവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. സാധാരണ അവളുടെ സ്വഭാവത്തിന് തിരിച്ച് നല്ലത് പറയേണ്ടതാണ്, പക്ഷെ ഒന്നും മിണ്ടാതിരിക്കും. പ്രൊമോഷണൽ ഇവന്റിന് എയർ ഹോസ്റ്റസിന്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സേറ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ആ ഫോട്ടോയെ പറ്റിയൊക്കെ പറയും. ഇയാളെ യൂണിഫോം ഇട്ടപ്പോൾ നല്ലതായിരുന്നു എന്നൊക്കെ അർത്ഥം വെച്ചൊക്കെ സംസാരിക്കും. ഇവളൊന്നും മറുപടി പറയാതെ അവരുടെ കൂടെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങും. തിരിച്ചിറങ്ങി കഴിയുമ്പോൾ പ്രതികരിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമാണ് അവൾക്ക്. ആ ദേഷ്യത്തില് അവൾ കാർ വാഷ് ചെയ്യാനായിട്ട് കൊണ്ട് കയറ്റും. എന്നിട്ട് അതിനകത്തിരുന്ന് കരയും. തിരിച്ച് പുറത്ത് വരുമ്പോഴത്തേക്കും കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് വരുന്നത്. എത്ര ആയി എന്ന് പറയാനായിട്ട് പറയും പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത്. അത് ഇൻഹോ ആയിരിക്കും. ഇവള് കരയുകയായിരുന്നു എന്ന് ഇൻഹോയ്ക്ക് മനസ്സിലാവും. എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കും. ഇവള് പക്ഷെ മറുപടി പറയത്തില്ല. ഇതിന്റെ കാശ് ഞാൻ കൊടുത്തോളാം, എനിക്കൊരു കോഫി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞേ ഇൻഹോ സേറ എടുത്ത് പറയും. അങ്ങനെ ഇവരൊരു കഫേയിലേക്ക് പോവും. എന്തിനാണ് കരഞ്ഞതെന്ന് ഇൻഹോ വീണ്ടും ചോദിക്കും. നടന്ന സംഭവം മുഴുവനായിട്ടല്ലെങ്കിലും റീസൺ പറയും. ഇങ്ങനെ കുറച്ച് പേര് എന്നെ കരയിച്ചതാണെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്, ഇയാൾ ബാക്കിയുള്ളവരെ കരയിക്കുന്ന ടൈപ്പ് ആണെന്നാണ് എനിക്ക് തോന്നിയതെന്ന് ഇൻഹോ പറയും. അങ്ങനെയാണ്, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ സംഭവിച്ചു പോയി എന്ന് സാറ് പറയും. എന്നിട്ട് ചോദിക്കും ഇയാളും സെഗിയുമായിട്ട് ഡേറ്റ് ചെയ്യുവാണോ? ഞങ്ങൾ അങ്ങനെയല്ല, ചെറുതിലെ മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് വളർന്നത്, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ്, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അങ്ങനെ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് സാറ് പറയും. ഇയാളുടെ കണ്ണി കൂടെ അല്ലെങ്കിൽ ഇയാളുടെ അനുഭവത്തിൽ കൂടി ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യരുത്, എല്ലാവരും അങ്ങനെയല്ല എന്നുടനെ ഇൻഹോ തിരിച്ചു പറയും. എങ്കിൽ പിന്നെ ഡോജയും സെഗിയും കൂടി ഡേറ്റ് ചെയ്യുകയാണോ എന്ന് സേറ ചോദിക്കും. സെഗിയെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണ്ട, നേരിട്ട് പോയി സെഗിയുടെ അടുത്ത് ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാനായിട്ട് പോകുന്നില്ല എന്ന് ഇൻഹോ പറയും. എങ്കിൽ ശരി,
ഞാൻ വേറൊരു കാര്യം ചോദിക്കാം, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണോ? കാരണം ഞാൻ എവിടെ പോയാലും ഇയാൾ എൻ്റെ പുറകെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ടേ. ഇൻഹോ തിരിച്ചു പറയുന്നത് അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് കോഫി കുടിക്കാമെന്ന് പറഞ്ഞതിന് കാരണം കഴിഞ്ഞ ദിവസം എന്നെ അന്വേഷിച്ച് കഫേയിൽ ചെന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും എന്നെ അന്വേഷിച്ച് അവിടെ വന്നത്. അതെന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഇയാളെ പോലെ വിക്കഡായിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് കൂടി അവൻ പറയും. എന്നിട്ട് ഇൻഹോ പോകാനായിട്ട് എഴുന്നേക്കും. അന്നേരം എനിക്കും അതുപോലെയാണ്, ഇയാളെ പോലെ നല്ല ആളുകളെ എനിക്കും ഇഷ്ടമല്ല എന്ന് സേറ പറയും. ഡോജയും സെഗിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് സേറ അന്വേഷിച്ചെന്ന് ഇൻഹോ ഉമ്മയെടുത്തും സെഗിയെടുത്തും പറയും. ഇൻഹോയുടെ വീട്ടിലാണ് സെഗിയുടെ പപ്പി. അപ്പൊ അതിനെ കൊണ്ടുവരണമെന്ന് സെഗി പറയും. അങ്ങനെ അനിയത്തിയാണ് കൊണ്ടുവരുന്നത്. ഇൻഹോ പൈസ ഒക്കെ ഓഫർ ചെയ്തിട്ടാണ് അനിയത്തി കൊണ്ടുവരാൻ സമ്മതിക്കുന്നത്. വന്ന് നോക്കുമ്പോൾ അവിടെ പുതിയൊരാൾ ഇരിക്കുന്നു. അപ്പൊ ഹാൻസം ആണല്ലോ, ആരാണ്, പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങുന്നത് ഇൻഹോ ഒരു വിധമാണ് പറഞ്ഞു വിടുന്നത്. ട്രാൻസ്ഫോം ചെയ്ത സെഗിയുടെ സ്കെച്ച് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ് ഡോജെ. യാതൊരു റിസംബ്ലൻസും ഇല്ല, പക്ഷെ ഇത് സെഗിയാണ് എന്നങ്ങനെ ഓർത്തോണ്ടിരിക്കുമ്പോൾ ആരോ വന്നെന്ന് മനസ്സിലാവും. ചെന്ന് നോക്കുന്ന തന്നെ സെഗിയാണ്. കുടിച്ചിട്ട് ബോധമൊന്നും ഇല്ലാന്ന് ഡോജയ്ക്ക് മനസ്സിലാവും. കയറിയിട്ട് സെഗി ചോദിക്കുന്നത് അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ, കാരണം എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടേ. ഡോജെ പറയും കുഴപ്പമില്ല അമ്മ ഇതിലും മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന്. എനിക്ക് എന്തായാലും ഈ രൂപത്തിൽ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് വേറെ സ്ഥലത്തോട്ടൊന്നും പോകാൻ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ താമസിക്കുകയാണെന്ന് സെഗി പറയും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ ബോധമില്ലാത്ത ഒരാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോജയും തിരിച്ച് അവൻ്റെ റൂമിലേക്ക് പോകും. രാവിലെ വന്നിട്ട് സെഗി ഷേവ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുവാണ്. അത് കണ്ടുകൊണ്ട് ഡോജയും വന്ന് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അതെല്ലാം കഴിയുന്നുണ്ടേ സെഗിയും വിളിച്ചുകൊണ്ട് വാർഡ്രോബ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇഷ്ടം പോലെ ഡ്രസ്സാണ് അവിടെ. അത് കാണുന്നുണ്ട് സെഗി അന്തം വിട്ട് നിൽക്കും. ഇതിൽ ഏതാണ് ഇഷ്ടമുള്ളത്, ഏതാണ് ചേരുന്നതെന്ന് വെച്ചാൽ ഇട്ടോളാനായിട്ട് പറയും. സെഗി അവിടെ എല്ലാം നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്നും ചേരത്തില്ല, എല്ലാം വലുതാണ്. ഡോജയ്ക്ക് നല്ല ഹൈറ്റ് ഒക്കെ ആണല്ലോ. അവസാനം ചേരുന്നത് ഡോജയുടെ സ്കൂൾ യൂണിഫോം ആണ്. അത് ഇട്ടുകൊണ്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് സ്കൂൾ യൂണിഫോം ഇത്രയും നീറ്റായിട്ട് ഇത്രയും വർഷമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നതെന്ന് സെഗി ചോദിക്കുമ്പോൾ അതിൻ്റെ അച്ഛൻ സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായി തയ്ച്ചു തന്നാണെന്ന് ഡോജെ പറയും. അത് കേൾക്കുന്നുണ്ടേ സെഗി ഇത് തിരിച്ചു കൊണ്ടിടാന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങും. അത് സാരമില്ല, ഇങ്ങോട്ടേക്ക് വരും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് ഡോജെ പറയും. സെഗി നടന്നു വരുമ്പോൾ പഴയ സെഗിയുടെ രൂപം തന്നെയാണ് ആ യൂണിഫോമിൽ ഡോജെ കാണുന്നത്. ആദ്യമായിട്ട് എവിടെ വെച്ചാണ് കണ്ടത്, എന്നാണ് മീറ്റ് ചെയ്തത്, അന്ന് ഞാൻ എന്താണ് തന്നത്, അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് എവിടെയാണ് കഴിക്കാൻ പോയത്, എന്താണ് കഴിച്ചത്, ഇങ്ങനെയുള്ളൊരു 100 ചോദ്യം ചോദിക്കും ഡോജെ. ഇതിനെല്ലാം കൃത്യമായിട്ട് സെഗി ഉത്തരം പറയും. സെഗി തന്നെയാണെന്ന് ഡോജെ ഉറപ്പിക്കുന്നതാണ്. റൂഫ് ടോപ്പിൽ വെച്ചാണ് കണ്ടത്, എന്നെ ഇൻസൾട്ട് ചെയ്യുവാണ് ചെയ്തത്, പിന്നെ എനിക്കൊരു കർച്ചീഫ് തന്നു, അതിനുശേഷം ഇന്ന റെസ്റ്റോറൻറ്റിലാണ് പോയത്, സുഷിയാണ് കഴിച്ചതെന്നെല്ലാം പറയുന്നുണ്ടേ ഡോജയ്ക്ക് വിശ്വാസമാവും. പിന്നെ ആ മാലയും അവളുടെ കഴുത്തിലുണ്ട്. എന്നാണ് സെഗി തിരിച്ച് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഡോജെ ചോദിക്കും. അതെന്താണ്, അൺകംഫർട്ടബിൾ ആണോ എന്ന് സെഗി ചോദിക്കും. കാരണം ഈ ചോദ്യം കേൾക്കുന്നുണ്ട് അവള് സെൽഫ് കോൺഷ്യസ് ആവും. അതെ, ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല, കാരണം ഇത് സെഗിയുടെ മുഖവും ബോഡിയും അല്ലല്ലോ എന്ന് ഡോജെ പറയും. എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നും പറയും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യവും. അങ്ങനെ ആ ദേഷ്യത്തിന് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കും. അവിടെ വന്നിരിക്കുന്നുണ്ടേ പുറത്ത് കുറച്ച് പയ്യന്മാർ വന്നിട്ട് സംസാരിക്കുവാണ്. അവർ ഏതോ ഒരു പെൺകുട്ടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം നല്ല പൈസയുള്ള വീട്ടിലെയാണ്, ആ പെൺകുട്ടി പാവപ്പെട്ട വീട്ടിലെയാണ്. ചാരിറ്റി ഫണ്ടൊക്കെ കിട്ടുന്നുണ്ട് ആ കുട്ടിക്ക്. അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളുടെ അടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് ചിരിച്ച് സംസാരിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ വീഴും. അത്രയും ചിന്തിക്കാനുള്ള മനസ്സൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് കൺഫസ് ചെയ്യും എന്നൊക്കെയാണ് ഇതിലൊരു പയ്യൻ പറയുന്നത്. അപ്പോൾ ഇവർ ബെറ്റ് വെച്ചേക്കുവാണ്. സെഗിക്ക് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി കുനിഞ്ഞിരുന്ന് കരയുന്നത് കാണും. അപ്പോൾ ഈ പെൺകുട്ടിയെ പറ്റിയാണ് ഈ പയ്യന്മാർ സംസാരിക്കുന്നതെന്ന് സെഗിക്ക് മനസ്സിലാവും. നോക്കുന്നുണ്ടെ ചാരിറ്റി ഇവന്റിൽ വെച്ച് സെഗി മീറ്റ് ചെയ്ത പെൺകുട്ടിയാണത്. ഈ പെൺകുട്ടിയാണ് അന്ന് സെഗി രക്ഷിക്കുന്നത് ഒരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ. ഇവർ കാണാതെ ഈ പെൺകുട്ടി അവിടെ കുനിഞ്ഞിരുന്ന് കരയുവാണ്. അവർ പോയി കഴിയുന്നുണ്ടെ സെഗി ഈ കുട്ടിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കും, അവർ ഇയാളെ പറ്റിയല്ലേ സംസാരിച്ചത്, ഞാനൊരു ആക്ടറാണ്, എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോയൊരു റോളുണ്ട്, അത് എന്തായാലും എനിക്കൊന്ന് അഭിനയിച്ച് നോക്കണം, എന്തായാലും ഇന്നത്തെ എൻ്റെ മൂഡ് ശരിയല്ല, ഒന്നുകിൽ അവരെ കൊണ്ട് സോറി പറയുക അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാം, എന്ത് വേണമെന്ന് ഇയാൾ തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ വേണം നമുക്ക് രണ്ടും ചെയ്യിക്കാമെന്ന് പറയും. ഇൻഹോ വീട്ടിൽ വരുമ്പോൾ അമ്മ നല്ല ദേഷ്യത്തിലാണ്. അവൻ സെമിനാരിയിൽ ചേർന്ന വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ട്. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ചോദിച്ചിട്ട് അമ്മ ദേഷ്യപ്പെടും. ഇവനാണെങ്കിൽ അത്രയും നാള് സേവ് ചെയ്ത് വെച്ച പൈസ എല്ലാം കൂടെ പാസ്ബുക്ക് എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കും. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ സെമിനാരിൽ ചേരാനായിട്ട് പാടില്ല, ഞാൻ ആ പറയുന്ന ഒരു കാര്യം മാത്രം നിനക്ക് അനുസരിക്കാനായിട്ട് വയ്യെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയെ ധിക്കരിച്ച് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഞാൻ ഒരുപാട് കാലം ആലോചിച്ചെടുത്ത തീരുമാനമാണ്, ഇതിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ
നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങണം. നീ എന്തായാലും പ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോനല്ല എന്ന് പറയും. അപ്പം ഇവൻ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങും. അമ്മ തിരികെ വിളിക്കുന്നുമില്ല. അവിടുന്ന് നേരെ ഇൻഹോ വരുന്നത് സേറയുടെ വീട്ടിലേക്കാണ്, പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട്. ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഫാൻസി ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കത്തുന്നില്ല എന്ന് മനസ്സിലാവും. അത് ശരിയാക്കാനായിട്ട് ഇവൻ മേളിലേക്ക് കയറും. അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണത് പൊട്ടും. കാരണം അവൻ്റെ മനസ്സിൽ അമ്മ വഴക്ക് പറഞ്ഞതാണ്. അപ്പം ശ്രദ്ധ തിരിഞ്ഞു പോകും. ഇങ്ങനെ ഒരു സമയത്ത് എനിക്ക് ഉറച്ച് ദേഷ്യപ്പെടാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് അവൻ സങ്കടപ്പെട്ടിരിക്കും. എന്നിട്ട് പോകാനായിട്ട് തുടങ്ങുന്നതന്നെയാണ് സേറ അവിടേക്ക് വരുന്നത്. അന്നേരമാണ് രണ്ടുപേർക്കും മനസ്സിലാവുന്നത്. ഇൻഹോയ്ക്ക് മനസ്സിലാവും അത് സേറയുടെ വീടാണെന്ന്. സേറയ്ക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത് എല്ലായിടത്തും അന്വേഷിച്ച് നടന്നപ്പോൾ അവൻ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. പെൺകുട്ടിയുടെ പേര് ഗായങ് എന്നാണ്. ട്രാൻസ്ഫോം ചെയ്ത സേഗി ഗായങ്ങിനെ വെയിറ്റ് ചെയ്തിട്ട് അവരുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കും. പിന്നെ നല്ല ഹാൻസം ആണല്ലോ ഇപ്പൊ കാണാൻ. അപ്പൊ വരുന്ന പെൺകുട്ടികളെല്ലാം ഇതാരാണ്, ആരെ വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും സംസാരിക്കുന്നത് കേൾക്കുന്ന തന്നെ ഇവളിങ്ങനെ നോക്കുമ്പോൾ സേഗി അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഇവനൊരു ബൊക്കെയൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഫോൺ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമോ, എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബൊക്കെയൊക്കെ കൊടുക്കും. അപ്പൊ എല്ലാവരും ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. ഇവളാണെങ്കിൽ തിരിച്ച് എന്നെ ശല്യപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവളെ പറഞ്ഞ് കളിയാക്കി ആ ഗ്യാങ്ങിലെ പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ടേക്ക് വരും. അവരെ ഇങ്ങനെ നോക്കിയിട്ട് സേഗി ചോദിക്കും, ഈ പയ്യനെയാണോ നീ കളിപ്പിക്കുകയാണെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പം എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചാണല്ലോ ചോദിച്ചത്. അവൻ നാണം കെടും. അന്നേരം തന്നെ അവൻ ഗായകൻ്റെ അടുത്ത് ചോദിക്കും, ഈ പയ്യനെയാണോ എന്നെയാണോ നീ ചൂസ് ചെയ്യുന്നത്. ഇവൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഡ്രമാറ്റിക് ആയിട്ട് അവളുടെ കൈ കയറി പിടിച്ചിട്ട് സേഗി പറയും പോരുതെന്ന്. പക്ഷേ ഇവൻ്റെ കൈ വിട്ടിട്ട് ആ പയ്യൻ്റെ നേരെ ചെന്നിട്ട് ഗായകൻ പറയും, ഇയാൾ കുറച്ച് താഴേക്ക് വരണം, ഇയാൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ, ഇയാളെ കാണാനും വലിയ ഹാൻസം ആണെന്നൊരു വിചാരം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് വെറുതെ ആണെന്ന് പറയും. അങ്ങനെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് നാണം കെടുത്തു. എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് നാണം കെട്ടോണ്ട് പയ്യൻ ഗായകനെ അടിക്കാനായിട്ട് പോകും. ഒരു ഹീറോയെ പോലെ ചാടി വീണിട്ട് സേഗി രക്ഷിക്കും. അങ്ങനെ അവിടെ ആകെ അടിയാവും. വീണ്ടും ഫിഷിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ജുഹാന്റെ കൂടെ നിൽക്കുകയാണ് ഡോജെ. അന്നേരം ഒരു കോള് വരും. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, നിങ്ങളുടെ മോൻ ഇവിടെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് കാര്യം എന്ന് ഡോജയ്ക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഏത് വർഷത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കും. കാരണം ടൈം ട്രാവൽ ചെയ്താണോ എന്നുള്ള രീതിക്ക്. അവർ കാര്യം പറയുമ്പോഴത്തേക്കിനും ഇവനെന്തോ സംശയം തോന്നിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ടെ ഈ കുട്ടികളുടെ എല്ലാം അമ്മമാരെല്ലാവരും നിൽപ്പുണ്ട്. ഇവനെ കാണുന്നുണ്ടെ സേഗി അച്ഛ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും നോക്കിയിട്ട്, ഓ ഇത്രയും പ്രായം കുറവാണോ, ചെറിയ പ്രായത്തിൽ എന്തോ കുട്ടി ഉണ്ടായതാണ്, അതാണ് ഇത്രയും വലിയ മോനൊക്കെ ഉള്ളത്. ഇതാണ് ലോ ക്ലാസ് ആളുകളായിട്ടൊന്നും മിങ്കിൾ ചെയ്തതെന്ന് ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. പിന്നെ ആ പെൺകുട്ടി എൻ്റെ മോനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കിയതാണ് എന്നൊക്കെ ഇവർ ഇത് കേൾക്കുമ്പോൾ സേഗിക്ക് ദേഷ്യം വരും. ഗായകനെ ഡിഫെൻഡ് ചെയ്യും. അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ മോനാണ് പുറകെ നടന്നത്, പിന്നെ എന്നെ ആദ്യം അടിച്ചത് നിങ്ങളുടെ മോൻ തന്നെയാണ്, അവരാണ് ആദ്യം അടി കൂടിയത്, പിന്നെ കാലിൽ തട്ടി താഴെ വീഴുവാണ്, അവർ പരസ്പരം അടി കൂടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ തട്ടി താഴെ വീണതാണ്, അങ്ങനെയാണ് പരിക്കേറ്റത്, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സാക്ഷികളായിട്ടുണ്ടായിരുന്ന കുട്ടികളോട് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ CCTV കാണുമല്ലോ എന്നൊക്കെ പറയും. ഉടനെ ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ഒരു പയ്യൻ പിടിച്ച് ഇവളെ തള്ളിയിടും. ഇവള് താഴെ വീഴും. താഴെ വീഴുന്നുണ്ടെ ഡോജ ഓടി വന്നിട്ട് അവളെ ഇങ്ങനെ പിടിച്ചിട്ട്, അയ്യോ എന്തെങ്കിലും പറ്റുമോ, നിന്റെ കാലൊടിഞ്ഞോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും. അപ്പൊ സേയ്ക്ക് മനസ്സിലാവും കൂടുതൽ എക്സാജറേറ്റ് ചെയ്യാനാണെന്ന്. അവൾ അന്നേരം തന്നെ, അയ്യോ എൻ്റെ കാലൊടിഞ്ഞെന്നാ തോന്നുന്നത്, എനിക്ക് എന്തോ പറ്റിയേ, എന്നെ ആംബുലൻസ് വിളിച്ച് വേഗം കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പോകും. ഡോജ നേരം അവൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട്, ശരി നിങ്ങൾ പറഞ്ഞ കൂട്ട് ഇത് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം, നിങ്ങൾ പരാതിയായിട്ട് തന്നെ മുമ്പോട്ട് പൊക്കോളൂ, ഞാൻ എൻ്റെ ലോയറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും. ഇവർ നോക്കുന്നുണ്ടേ ഇത്രയും വലിയ കമ്പനിയുടെ CEO ഇല്ലേ, രക്ഷയില്ലാന്ന് മനസ്സിലാവും. അന്നേരം തന്നെ സോറി പറഞ്ഞിട്ട്, ഞങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തെ തെറ്റാണ്, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കേസൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകും. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ സേഗി എടുത്ത ഗായൻ നന്ദി പറയും. എന്നിട്ട് സേഗി പോകാനായിട്ട് തുടങ്ങുമ്പോൾ പുറകെ വിളിച്ചിട്ട് നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കും. ഞാൻ ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോവാണ്, അതുകൊണ്ട് നമ്പർ തന്നിട്ട് കാര്യമില്ല എന്ന് സേഗി ഉടനെ ഗായകൻ്റെ അടുത്ത് പറയും. ഞാൻ തിരിച്ചു വരുന്നത് ഇയാൾക്ക് ചേരുന്ന ഒരാളായിട്ടായിരിക്കും എന്ന് തമാശ പറയും. ഗായകന് സങ്കടമുണ്ട്, പക്ഷെ ആ തമാശ തമാശയായിട്ട് തന്നെ എടുക്കും. സന്തോഷമായിട്ടാണ് രണ്ടുപേരും അവിടുന്ന് പിരിയുന്നത്. എന്നാലും എന്നെ അച്ഛാന്ന് വിളിക്കണ്ടായിരുന്നു, ചേട്ടാന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഡോജെ പറയും. എന്തിനാണ് കംഫർട്ടബിൾ അല്ലാത്ത ആളെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് ഉടനെ സേഗി ചോദിക്കും. അപ്പം അത് അവളെ ഹേർട്ട് ചെയ്തു എന്ന് ഡോജയ്ക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അടുത്ത ആഴ്ച ഒരു ഇവന്റ് ഉണ്ട്, അതിന് എനിക്ക് ഒറിജിനൽ സേഗിയെ കിട്ടിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സേഗി ഏത് രൂപത്തിലായാലും എനിക്ക് സേഗി തന്നെയാണ്, എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് സേഗിയെ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവളുടെ ദേഷ്യമൊക്കെ പോകും. ഇത്രയും വലിയ ഫാൻസി ലൈറ്റിന് പേ ചെയ്യാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല,
അത് ഞാൻ ജോലി ചെയ്ത് കടം വീട്ടിക്കോളാം. എന്നെ ഇവിടെ ഒന്ന് താമസിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്താൽ മതി. ലിവ് ഇൻ ഹൗസ് കീപ്പറായിട്ട് ഞാൻ ജോലി ചെയ്തോളാം എന്ന് സേറയുടെ അടുത്ത് ഇൻഹോ പറയും. പിന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് പറയുവാണ്, ഞാൻ പ്രീസ്റ്റ് ആവാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് ഗേൾസിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നും പറയും. അന്നേരമാണ് സേറ അത് അറിയുന്നത്. ഞാൻ ഡോജയുടെ കൂടെ ഡോജയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇൻഹോ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പം എവിടെയാണ് താമസിക്കുന്നതെന്ന് സേഗി ചോദിക്കും. പക്ഷേ സത്യം അറിയുന്നത് അപകടം പിടിച്ച ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇപ്പം എവിടെയാണെന്ന് തൽക്കാലം അറിയണ്ട എന്ന് ഇൻഹോ തിരിച്ച് മറുപടി പറയും. എവിടെയാണെന്ന് പറയത്തില്ല, സേറയുടെ കൂടെയാണെന്ന് പറയത്തില്ല. ട്രാൻസ്ഫോം ചെയ്തതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഡോജയുടെ കൂടെ തന്നെയാണ് സേഗി താമസിക്കുന്നത്. വോയിസ് ഓവറിൽ സേഗി പറയുന്നത്, ആദ്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടും യാതൊരു ടെൻഷനും ഇല്ലാതെ സാധാരണ എല്ലാ ദിവസത്തെയും പോലെ എനിക്ക് വേറൊരാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. ഒന്നിച്ച് അവർ എക്സസൈസിന് പോകുകയും ഒന്നിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയും ഡോജ ഓഫീസിലേക്ക് പോകുമ്പോൾ യാത്രയാക്കുകയും ഒന്നിച്ചിരുന്ന് സിനിമ കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോം ചെയ്യുന്ന ഓരോ പ്രാവശ്യവും ഫോട്ടോ എടുത്ത് വെക്കാറുണ്ടല്ലോ സേഗി, ഇപ്രാവശ്യം ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് ഡോജയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു സേഗി തിരിച്ച് സ്വന്തം രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. രാവിലെ വന്ന് ഡോജയെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവൻ തിരിച്ച ഒന്നും സംഭവിക്കാത്ത കൂട്ടാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സേഗി പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനോടകം 10 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് സ്വന്തം ബോഡിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ അവൾക്ക് റിഗ്രറ്റ് തോന്നിയത്. ഇത്രയും കാലം അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു, അവൾക്ക് സന്തോഷം മാത്രമേ തോന്നിയിട്ടുള്ളൂ. സ്ഥിരമായി ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് സേഗി ചെല്ലും. എന്നിട്ട് ഗായങ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണല്ലോ ഗായങ്ങിനെ കണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഗായങ് വരും. അവളെ റെക്കഗ്നൈസ് ചെയ്തു എന്ന് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാണെന്നൊരു ചോദ്യം വരുമല്ലോ. അപ്പോൾ ആ ഒരു ഓക്വേർഡ്നെസ് ഒഴിവാക്കാനായിട്ട് സേഗി ചോദിക്കും, ഓട്ടോഗ്രാഫ് വേണമെന്ന്. അപ്പോൾ വേണ്ടാന്ന് പറയും. അങ്ങനെ രണ്ടുപേരും മിണ്ടാതെ നിന്നിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടേ ഗായങ് ഇവളോട് താങ്ക്സ് പറയും. അപ്പം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്കെന്നാണ് ഗായങ് പറയുന്നത്. പക്ഷെ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പ് ഡോജയുടെ അമ്മയുടെ കോള് വരും സേഗിക്ക്. അന്നേരം തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ചെല്ലുന്നുണ്ടേ നിറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സേഗി ചോദിക്കും, ഇത് രണ്ടാമത്തെ ബ്രൈബാണോ? കാരണം ആദ്യത്തേത് ഞാൻ പൈസ വീണ്ടും തിരിച്ചയച്ചല്ലോ, അതുകൊണ്ടാണോ ഇങ്ങനെ സാധനങ്ങൾ നേരിട്ട് തരുന്നത്? അതാകുമ്പോൾ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പൈസ ആണെങ്കിലല്ലേ ഞാൻ റിട്ടേൺ ചെയ്യത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോഴത്തേനും അമ്മ ഡെസ്പറേറ്റ് ആയിട്ട് ഇവളുടെ കൈ പിടിച്ചിട്ട്, എൻ്റെ ഡോജയെ ഉപേക്ഷിച്ച് പോകരുത്, അവനെ ഡേറ്റ് ചെയ്യണം എന്ന് പറയും. ഇവക്ക് എന്താണ് കാര്യമൊന്നും മനസ്സിലാകത്തില്ല. അന്നേരം വേറെ ഗിഫ്റ്റ് കൂടി കൊടുക്കും. അത് തുറന്നു നോക്കുമ്പോൾ ഇവക്ക് കളഞ്ഞിട്ട് പോരേണ്ടി വന്ന ആ ഒരു ഷൂ ആണ് അവാർഡ് ഇവന്റിന് വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ ഇവള് ആദ്യം അറ്റൻഡ് ചെയ്ത ആ ഫംഗ്ഷനിൽ നിന്ന് ഈ ഷൂ ഒക്കെ ഊരി കളഞ്ഞിട്ടാണ് പോരുന്നത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂ ആയിരുന്നു ഇവക്ക്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ഇവന്റിനും പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഇവന്റ് ഉണ്ടെന്ന് ഡോജ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഇവന്റ് ആണിത്. അതിൽ പങ്കെടുക്കും സേഗി. പക്ഷെ ഡോജ എവിടെയെങ്കിലും കാണാനില്ല. ഡോജ വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇവക്ക് സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ട്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഡോജ എടുത്തു കൊടുത്ത ഫോട്ടോ ബാക്കിയുള്ള ഫോട്ടോസിൻ്റെ കൂടെ വെക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആളായിട്ട് ഞാൻ ട്രാൻസ്ഫോം ചെയ്തപ്പോൾ ഡോജ എല്ലാ ദിവസവും കാണാമായിരുന്നു. ഇപ്പോൾ തിരിച്ച് ട്രാൻസ്ഫോം ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പോലും കാണാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന് ഇവൾ ആലോചിക്കും. ഡോജ ആണെങ്കിൽ വിളിക്കുന്നുമില്ല. അങ്ങനെ സേഗി അങ്ങോട്ടേക്ക് വിളിക്കും. ഞാൻ ഇന്ന് ഇവന്റിൽ പങ്കെടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടെന്ന് ഇവൻ പറയും. തിരക്കായിരുന്നതുകൊണ്ടാണോ വരാത്തതെന്നുടനെ സേഗി വീണ്ടും ചോദിക്കും. അപ്പോൾ ഡോജ തിരിച്ചു ചോദിക്കുന്നത് എന്നെ മിസ് ചെയ്തു എന്നാണ്. അതുകൊണ്ടാണ് ഇവൾ വിളിക്കുന്നത്. പക്ഷെ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇവൻ ഫോൺ വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ സേഗി പറയുന്നത്, ഞാൻ മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇയാൾ വെറുതെ ഇരിക്കുവാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാണെന്ന് പറയും. എന്നിട്ട് ചോദിക്കും, എയർ ട്രാഫിക് കൺട്രോൾ ടവറിനകത്ത് കയറിയിട്ടുണ്ടോ എന്ന്. ഇത് കേൾക്കുമ്പോൾ പുറത്തേക്ക് വരാനായിട്ട് ഡോജെ പറയും. ഡോജ സേഗിയും കൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ ടവറിന്റെ ഫ്രണ്ടിലാണ് ചെല്ലുന്നത്. ഇതിനകത്തൊക്കെ കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റുന്ന സ്ഥലമല്ല, ഞാൻ ഇവിടുത്തെ CEO ആണല്ലോ, കുഴപ്പമില്ല, വാ നമുക്ക് കയറാമെന്ന് പറയും. കൺട്രോൾ ടവറിനകത്ത് നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ എയർപോർട്ടിന്റെ കാഴ്ച എങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ള കൗതുകവും ആകാംക്ഷയായിരുന്നു സേഗിക്ക്. അപ്പോൾ അവളുടെ മുഖത്തെ ആ ഭാവം കാണുമ്പോൾ ഡോജയ്ക്ക് കാര്യം മനസ്സിലാവും. ഞാനും ആദ്യമായിട്ട് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു, പിന്നീട് ജോലിയുടെ ആവശ്യത്തിന് ഇവിടെ വരുന്നത് സ്ഥിരമായി എന്ന് ഡോജ ഇങ്ങനെ പറയും. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട്, ഇവന്റെ അസുഖം വെച്ചിട്ട് എന്തിനാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്? എന്തായാലും ഫാമിലി ബിസിനസ് ആണല്ലോ എന്ന് സേഗി ചോദിക്കും. എനിക്ക് എൻ്റെ ജോലി ഇഷ്ടമാണ്. കാരണം ഒരിക്കലും കണ്ടുമുട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർ കണ്ടുമുട്ടാനും പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയാനും ഞാൻ സാഹചര്യം ഒരുക്കുകയാണെന്ന് ഒരു തോന്നൽ എനിക്കുണ്ട്. ആ ഒരു തോന്നൽ എനിക്ക് സന്തോഷം തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഡോജെ പറയും. ഇത് കേൾക്കുന്നുണ്ടേ ഇതും അതുപോലൊരു വിധിയാണെന്ന് തോന്നുന്നു എന്ന് സേഗി പറയും. അപ്പം നമ്മളെക്കുറിച്ചാണോ പറഞ്ഞതെന്ന് ഡോജെ ചോദിക്കും. എന്നിട്ട് ചിരിക്കും. ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് പറയും.
സേഗി ഒന്നും മിണ്ടാതെ ഡോജയെ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇമ്പൾസീവായിട്ട് ഡോജയെ കിസ് ചെയ്യും. റിയലൈസേഷൻ വരുമ്പോൾ അവനോട് സോറി പറയും. അന്നേരം ഡോജയെ തിരിച്ച് സേഗിയെ കിസ് ചെയ്യും.